കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് തുടരുന്നു. BMS ഒഴികെ 10 സംഘടനകളാണ് പണിമുടക്കുന്നത്. ഡാസ്നോൺ പ്രഖ്യാപിച്ച സർക്കാരും KSRTCയും. സർവകലാശാലകൾ ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റി അവശ്യ സർവീസുകൾക്ക് ഇളവ് പ്രഖ്യാപിച്ചു. പണിമുടക്കിന്റെ ഭാഗമായി വിവിധ ബ്യൂറോകളിൽ നിന്ന് സൂര്യഗായത്രി, വിനയ, അബിന, ജോസഫ് തുടങ്ങിയവരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ആദ്യം കൊച്ചിയിലെ വാർത്തകളുമായി വിനയ ചേരുന്നു. വിനയ, 17 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നത്തെ സമരം പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് 7 മണിക്കൂർ പിന്നിട്ടു. നിലവിലെ സാഹചര്യം എന്താണ്? തീർച്ചയായും വൃന്ദ, എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ വൈറ്റ്ല ഹബ്ബ് നമുക്ക് ഇത്രയും ശൂന്യമായി കാണാൻ സാധിക്കുന്നത്. പൊതു പണിമുടക്കായതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും തന്നെ എത്തിയിട്ടില്ല എങ്കിൽ കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പണിമുടക്കിനെ ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പണിമുടക്ക് ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു KSRTC ഇപ്പോൾ വന്നു നിൽക്കുന്നുണ്ട്. തിരുവനന്തപുരത്തേക്കുള്ള സർവീസാണ് KSRTC ഉള്ളത്. ഈ KSRTCയിലടക്കം ആളുകളുള്ള ഒരു സാഹചര്യമുണ്ട്. നേരത്തെ കോട്ടയത്തേക്കുള്ള ഒരു KSRTC ബസ് അടക്കം പോയിരുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ എറണാകുളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ KSRTC സർവീസുകൾ ഓടുന്നുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. നേരത്തെ ഇതിന് സമാനമായ രീതിയിലൂടെ ഒരു KSRTC ബസ്സിനെ തടയുന്ന പണിമുടക്ക് അനുകൂലികൾ തടയുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. നിലവിൽ എന്തായാലും ഇപ്പോൾ ഈ തിരുവനന്തപുരത്തേക്കുള്ള സർവീസാണ് KSRTC ബസ്സാണ് എന്റെ പുറകിലുള്ളത്. ഈ KSRTC ബസ്സിലടക്കം തന്നെ ഇപ്പോൾ ആളുകളുള്ള ഒരു സാഹചര്യമുണ്ട്. കൂടാതെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ തടയുന്നതിന് വേണ്ടിയുള്ള പോലീസ് സൗകര്യം അടക്കം ഒരുക്കിയിട്ടുണ്ട്. പോലീസുകാരടക്കം ഇവിടെ സജ്ജമാണ്. കൂടാതെ തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇന്ന് പൊതു പണിമുടക്കാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും തന്നെ എത്തിയിട്ടില്ല. പണിമുടക്കുള്ളത് കൊണ്ട് തന്നെ അധികം ആളുകളൊന്നും തന്നെ എത്തിയിട്ടില്ല. ഒരുപക്ഷെ ഈ ഒരു ഇടവേളയ്ക്ക് ശേഷമായിരിക്കും ഈ വൈറ്റ്ല ഹബ് ഇത്രയും ശൂന്യമായി കാണാൻ സാധിക്കുന്നത്. സ്വകാര്യ ബസ്സുകൾ ഒന്നും തന്നെ നിരത്തിലിറക്കിയിട്ടില്ല. സ്വകാര്യ ബസ്സുകളടക്കം ഇന്നലെ സൂചനാ പണിമുടക്കായിരുന്നു. ഈ സൂചനാ പണിമുടക്കിനെ നിർത്തിയിട്ട് അതേപോലെ തന്നെയാണ് ഇന്നും സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറക്കിയിട്ടില്ല. സ്വകാര്യ ബസ്സുകൾ ഇന്നും പണിമുടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകളാണ് ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്തതും പണിമുടക്ക് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും 7 മണിക്കൂറിലേക്ക് അടക്കം തന്നെ പൊതു പണിമുടക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി അടക്കം ഇപ്പോൾ മറ്റൊരു KSRTC അടക്കം വരുന്നുണ്ട്. KSRTC സർവീസുകൾ ഇന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി വ്യക്തമാക്കിയിരുന്നു KSRTCകൾ നിരത്തിലിറങ്ങും, KSRTCകൾ സർവീസുകൾ നടത്തുമെന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ മറ്റ് തൊഴിലാളി സംഘടനകളടക്കം തന്നെ KSRTC നിരത്തിലിറങ്ങില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ KSRTC ബസ്സുകൾ ഇപ്പോൾ നിരത്തിലിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. കായംകുളത്തേക്കുള്ള ബസ്സാണ് ഈ ബസ് കായംകുളത്തേക്കുള്ള ബസ്സാണ്. നേരത്തെ കോട്ടയത്തേക്കുള്ള ഒരു ബസ് പോയിരുന്നു. തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിന്റെ ദീർഘദൂര ബസ്സുകളടക്കം തന്നെ KSRTC ബസ്സുകളടക്കം തന്നെ ഇപ്പോൾ യാത്ര ചെയ്യുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കൊച്ചിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള ഒരു ജില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. അതും മറ്റു ജില്ലകളിൽ നിന്നും തൊഴിലിനും മറ്റുമായി വരുന്ന ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ KSRTC സർവീസുകളടക്കം തന്നെ സിറ്റിയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമില്ല. കൂടാതെ തന്നെ മെട്രോ സർവീസുകളൊന്നും തന്നെ പണിമുടക്ക് ബാധിച്ചിട്ടില്ല. മെട്രോ സർവീസുകളടക്കം തന്നെ ഓടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സിറ്റിയിലുള്ള ആളുകൾക്ക് ഇത് വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യമില്ല. എന്നാൽ മറ്റു ഗ്രാമപ്രദേശങ്ങളിലേക്ക് കടക്കുമ്പോഴായിരിക്കും പണിമുടക്ക് ഒന്നുകൂടി ബാധിച്ചിരിക്കുക എന്ന് വേണം പറയാൻ. ഗ്രാമപ്രദേശങ്ങളിലേക്കുള്ള സർവീസുകളൊന്നും തന്നെ ഇല്ല. പ്രധാനമായും മറ്റ് സ്വകാര്യ ബസ് സർവീസുകളാണ് ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് മറ്റും സർവീസ് നടത്തുക. ഈ സ്വകാര്യ ബസ് സർവീസുകളടക്കം തന്നെ ഇന്ന് ഈ പണിമുടക്കിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, പണിമുടക്കിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ ബസ് സർവീസുകളില്ലാത്തതായിരിക്കും ഈ ഗ്രാമപ്രദേശങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പോലീസ് അടക്കമുള്ളവർ ഈ സ്ഥലത്തുണ്ട്, വൈറ്റ്ല ഹബിലുണ്ട്. പോലീസിന്റെ ഒരു സുരക്ഷ അല്ലെങ്കിൽ പോലീസ് സുരക്ഷ നൽകുന്നുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. മറ്റു ജീവനക്കാരൊന്നും തന്നെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനുള്ള എല്ലാ രീതിയിലുള്ള മുൻകരുതലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്.
ഓടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എറണാകുളം സിറ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പൊതുപണിമുടക്ക് ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ KSRTC സർവീസുകളടക്കം തന്നെ ഓടുന്ന ഒരു സാഹചര്യമുണ്ട്. ദീർഘദൂര സർവീസുകളാണ് ഓടുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാവിലെ ഒരു KSRTC ബസ്സിനെ തടയുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഉണ്ടായത്. അതിനുശേഷം മറ്റ് പല സർവീസുകൾ ദീർഘദൂര സർവീസുകളടക്കം തന്നെ ഇപ്പോൾ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ട്രെയിനിനെയും സാരമായിട്ടുള്ള രീതിയിൽ ബാധിച്ചിട്ടില്ല എന്ന് വേണം പറയണമെങ്കിൽ. കൂടാതെ മെട്രോ സർവീസുകൾ ഇപ്പോഴും ഓടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിറ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് വലിയ രീതിയിലുള്ള ഒരു ആളുകളെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. പക്ഷേ ഉൾഗ്രാമങ്ങളിലേക്കും മറ്റും പോവുകയാണെങ്കിൽ ആ ഭാഗങ്ങളിൽ ഒരു പക്ഷേ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു പൊതു പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇപ്പോൾ എന്തായാലും 7 മണിക്കൂർ പിന്നിടുമ്പോഴും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ കൊച്ചിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിനയ, ഇന്ന് പണിമുടക്കാണ് എന്നറിഞ്ഞാൽ പോലും നിരവധിയായിട്ടുള്ള ആളുകൾ ഈ അത്യാവശ്യ യാത്ര ഒഴിവാക്കാൻ പറ്റാത്തവർ അടക്കം തന്നെ ഇപ്പോൾ ഈ യാത്രയ്ക്കായി ഈ പരിസരത്ത് എത്തിയിട്ടുണ്ടാകും. ഈ തീർച്ചയായും പൊതു ബസ്സുകളൊന്നും തന്നെ നിലവിൽ സ്വകാര്യ ബസ്സുകളൊന്നും തന്നെ നിരത്തിൽ ഇറങ്ങുന്നില്ല. KSRTCയെ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് കൂടുതലായും KSRTC ഇറങ്ങും എന്നുള്ളതിനാൽ തന്നെ കൂടുതലായിട്ടും KSRTCയെ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് കൂടുതലും യാത്രക്കാർ എത്തുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും യാത്രക്കാർ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? യാത്രക്കാരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ടോ? വളരെ കുറച്ച് യാത്രക്കാർ മാത്രമാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവിടെയുള്ളത്. നമ്മൾ നേരത്തെ ഒരു യാത്രക്കാരനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പഴനിയിലേക്കാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. ബസ് സർവീസുകൾ അല്ലെങ്കിൽ ഈ പൊതു പണിമുടക്കാണെന്ന് അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ അറിഞ്ഞില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. മറ്റു വഴികളില്ല, വൈകുന്നേരം വരെ ഇനി ഇവിടെ നിൽക്കുക തന്നെയാണ് ചെയ്യുന്നതെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ അവിടെയും ഇവിടെയുമായി ഓരോ യാത്രക്കാർ മാത്രമാണ് നിലവിലുള്ളത്. അവർ പ്രതികരിക്കാനുള്ള സാഹചര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചോദിക്കാം, പ്രതികരിക്കുമോ ഇല്ലയോ എന്നുള്ളത്. പലരും പ്രതികരിക്കാൻ ഒരു മടിയുണ്ട്. പിന്നെ കൂടുതലായിട്ടുള്ള ആളുകളൊന്നും തന്നെ ഈ വൈറ്റ്ല ഹബ്ബിലില്ല. വരും മണിക്കൂറുകളിലായിരിക്കും ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങളും മറ്റും ലഭിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു 9 മണി 10 മണി ആകുമ്പോഴായിരിക്കും ഈ സമരം അല്ലെങ്കിൽ ഈ ഒരു പൊതു പണിമുടക്ക് എത്രത്തോളം ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഡൈസോൺ അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിലേക്കും മറ്റും പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതെങ്ങനെ പോകുമെന്ന് ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അത് വരും മണിക്കൂറുകളിലായിരിക്കും എന്തായാലും ഈ സമരം എത്രത്തോളം ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് വരികയുള്ളൂ. തീർച്ചയായും 17 ആവശ്യങ്ങൾ ഉയർത്തിയാണ് 10 തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും സംയുക്തമായി പണിമുടക്കുന്നത്. എറണാകുളത്തെ സംബന്ധിച്ച് KSRTC ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. നിലവിൽ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സാധാരണക്കാരായ യാത്രക്കാരെ, ജനങ്ങളെയാണ് ഈ വലിയ രീതിയിൽ ഈ പണിമുടക്ക് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നിരുന്നാൽ പോലും നിലവിൽ വൈറ്റില ഹബ്ബിലെ KSRTC സർവീസുകൾ നടത്തുന്നുണ്ട്. പോലീസിന്റെ സംരക്ഷണയിൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവശ്യ സർവീസുകൾക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. പാൽ, പത്രം തുടങ്ങിയിട്ടുള്ള അവശ്യ സർവീസുകൾക്കുള്ള ഇളവ് അനുവദിച്ചുകൊണ്ടാണ് ഇന്നത്തെ പണിമുടക്ക്. രാജ്യവ്യാപകമായി 25 കോടി തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമാകുമെന്നാണ് തൊഴിലാളി സംഘടനകൾ അടക്കം തന്നെ അവകാശപ്പെടുന്നത്. രാജ്യ തലസ്ഥാനമായ ദില്ലിയിൽ ഉച്ചയ്ക്ക് പ്രതിഷേധ സംഗമം നടത്തും എന്നതടക്കമുള്ള വരുന്നുണ്ട്. പുതിയ 4 ലേബർ കോഡ് കൊണ്ടുവരുന്നതടക്കം തൊഴിലാളി വിരുദ്ധമായ കേന്ദ്ര സർക്കാർ നടപടികളിൽ പ്രതിഷേധിച്ചാണ് രാജ്യവ്യാപകമായിട്ടുള്ള പണിമുടക്ക് തുടരുന്നത്. കേന്ദ്ര തൊഴിൽ നയങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം. പണിമുടക്ക് ഇന്ന് രാത്രി 12 മണി വരെയാണ്. 24 മണിക്കൂർ പണിമുടക്കിൽ 7 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. നിലവിൽ ഇവിടെ നിന്നും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അത്യാവശ്യ സർവീസുകൾ നടക്കുമ്പോൾ ചിലയിടങ്ങളിൽ KSRTC ബസ് അടക്കം യൂണിയൻ പ്രവർത്തകർ തടയുന്ന ഒരു സാഹചര്യവുമുണ്ട്.
എല്ലാ സംഘടിത തൊഴിലാളികൾക്കും കരാർ തൊഴിലാളികൾക്കും സ്കീം വർക്കർമാർക്കും പ്രതിമാസം 26,000 രൂപ മിനിമം വേതനം ഉറപ്പാക്കുക. പൊതുമേഖലാ സംരംഭങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന നയത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുക എന്നിവയും ഈ 17 ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. 10 വർഷമായി കേന്ദ്ര സർക്കാർ തൊഴിലാളികളുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നുണ്ട്. ആശുപത്രി, പാൽ, പത്രം അടക്കമുള്ള അവശ്യ സേവനങ്ങളെ നിലവിൽ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ യാത്രക്കാർ വലിയ രീതിയിൽ വലയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ബസ് സ്റ്റാൻഡുകളിൽ ഈ യാത്രക്കാർ ബസ്സിനെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. KSRTCയാണ് പ്രധാനമായിട്ടും ഈ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ ജനങ്ങൾ ആശ്രയിക്കുന്നത്. സ്വകാര്യ ബസ്സുകൾ, സ്വകാര്യ വാഹനങ്ങൾ നിലവിൽ സർവീസ് നടത്തുന്നില്ല. ദേശീയ പണിമുടക്ക് തുടരുന്നു. കൊച്ചിയിൽ സർവീസ് നടത്താൻ ശ്രമിച്ച KSRTC ബസ്സിനെതിരെ പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞു എന്നതടക്കമുള്ള വാർത്തകൾ ഉണ്ട്.